മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മോഹിനിയെ കാണാനായിട്ട് മഹാലക്ഷ്മിയും കണ്ണനും പോകുന്നുണ്ട്. എന്നിട്ട് അവരെയും ആ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. എന്തായാലും എത്രയും പെട്ടെന്ന് ഞാനൊരു അമ്മമ്മയായി എന്നുള്ള വാർത്ത അറിയിക്കണം, രണ്ടാളും ചേർന്നിട്ടെന്ന് മോഹിനി പറയുന്നുണ്ട്. എല്ലാ അർത്ഥത്തിലും ഭാര്യയും ഭർത്താവായിട്ട് ഇനി മുതൽ ജീവിതം തുടങ്ങണമെന്നും ശത്രുക്കളെ കൂടുതൽ ഭയക്കണമെന്നൊക്കെ മോഹിനിയാണെങ്കിൽ മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. പിന്നീട് മഞ്ജുവും സാഗറും ചേർന്ന് ആ ഒരു സത്യം മനസ്സിലാക്കുകയാണ്. അതായത് കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും മാർക്കോയുടെയൊക്കെ തന്നെ ദുരന്തം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ശത്രുക്കളെന്ന്. എന്തായാലും ദുർഗയാവട്ടെ മഞ്ജുവിനെ വിളിച്ചിട്ട് സുഖാന്വേഷണം എന്നുള്ള രീതിക്ക് ആക്ടിംഗ് ഒക്കെ ചെയ്ത് കുഞ്ഞിനെ നഷ്ടപ്പെട്ട് ഇരിക്കുകയുള്ള മഞ്ജു എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മിയും കണ്ണനും മോഹിനിയൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം ലേഖയോടും അനന്തുവിനോടായിട്ട് പറയുന്നുണ്ട്, ഇനി എന്തായാലും ഞങ്ങളിവിടെ നിൽക്കുന്നില്ല, എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ അത് വേണോടാ, ഇന്നത്തെ ദിവസം ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ദിവസമാണ്, നീ മല ചവിട്ടി വന്നിരിക്കുന്നു, നിന്റെ വ്രതം അവസാനിച്ചിരിക്കുന്നു, ഇന്ന് നിങ്ങൾ ഇവിടെ തങ്ങിക്കോടെ, എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ അതിരാത്രിയല്ലേ ഇന്ന്, ആ വീട്ടിൽ ചെന്നിട്ട് എന്തിനാ വെറുതെ, അത് വേണ്ടടാ, എന്തൊക്കെ പറഞ്ഞാലും ആ വീട്ടിലല്ലേ, അതെൻ്റെ വീടല്ലേ, ഞാൻ അവിടെ ചെന്നിട്ടേ എൻ്റെ വ്രതം അവസാനിപ്പിക്കുന്നുള്ളൂ. പിന്നെ അവിടെയുള്ളവരൊക്കെ എൻ്റെ ഡെഡ് ബോഡി കാണാനായിട്ട് കാത്തിരിക്കുകയാണല്ലോ, അവർക്കൊക്കെ ഒരു അടി കൊടുത്ത് എല്ലാം അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ത്രില്ലല്ലേ എന്നൊക്കെ ഇങ്ങനെ കണ്ണൻ ചോദിക്കുന്നു. എന്തായാലും എൻ്റെ രണ്ടാനമ്മയ്ക്ക് വലിയൊരു ഷോക്കിംഗ് തന്നെ ആയിക്കോട്ടെ. അങ്ങനെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ശരിയാണ് കണ്ണേട്ടൻ പറയുന്നതിൽ, ഞങ്ങൾ ആ വീട്ടിലേക്ക് പോയിക്കോട്ടെ, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഞങ്ങൾക്ക് ഒരു അബദ്ധം ഉണ്ടാവില്ല എന്നൊക്കെ പറയുകയാണ്. എങ്കിൽ പിന്നെ ഞങ്ങളും കൂടി വരാം, കൊണ്ടാക്കിയിട്ട് വരാമെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ പോയിക്കോളാം എന്ന് മഹാലക്ഷ്മിയും കണ്ണനും പറയുകയാണ്. അങ്ങനെ അവരെ അവിടെ നിന്ന് യാത്ര അയക്കുന്നുണ്ട്. എന്തായാലും ഈ സമയം അവർ പോയതിനു ശേഷം അനന്തുവിനോട് ലേഖ പറയുകയാണ്, സത്യത്തിൽ അവരെക്കാൾ ടെൻഷൻ അവരിപ്പോൾ ആ വീട്ടിലേക്ക് പോയപ്പോൾ നമുക്കാണല്ലേ എന്നും, അത് പിന്നെ അങ്ങനെയാണല്ലോ, കൊലയാളികൾ മാത്രമുള്ള വീടാണല്ലോ, അവിടെ ഈ രണ്ടുപേരും എങ്ങനെ തന്നെയാണാവോ ജീവിച്ചു പോകുന്നതെന്നൊക്കെ അനന്തുവാണെങ്കിൽ ലേഖയോടും പറയുന്നു. അങ്ങനെ കണ്ണനാണെങ്കിൽ കാറിൽ കയറിയതിന് ശേഷം മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, ആദ്യം ചെന്ന് നീ വാതിൽ തുറക്കണം, നീ കോളിംബെൽ അടിക്കണം, എന്നിട്ട് അവർ വന്ന് അവരുടെ ആക്ടിംഗ് ഒക്കെ എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ വരാമെന്നും. അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണനോട് പറയുന്നു. രണ്ടാളും നല്ല ത്രില്ലിങ്ങിലാണ്, കാരണം ദുർഗയുടെയും കരുണയുടെയും ഉണ്ണിയുടെയൊക്കെ തന്നെ ആ ഒരു കപട സങ്കടമൊക്കെ തന്നെ കാണാനായിട്ട് വെയിറ്റിംഗ് തന്നെയാണ്. അങ്ങനെ കമലേശ്വരത്തിലേക്ക് കണ്ണനെ മഹാലക്ഷ്മിയും എത്തുന്നുണ്ട്. കണ്ണൻ പറയുന്നത് പോലെ തന്നെ മഹാലക്ഷ്മി ആണെങ്കിൽ കോളിംഗ് ബെൽ അടിക്കുകയാണ്. എല്ലാവരും ഈ രാത്രി ആരാണെന്ന് ചിന്തിക്കുകയാണ്. കരുണയാണെങ്കിൽ ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട്, ഇതാരപ്പോൾ ഈ രാത്രി, നേരം നല്ല ഇരുട്ടിയല്ലോ, അതെ ഒരു കാര്യം ഉറപ്പാ, ഇത് അവൻ്റെ ഡെഡ് ബോഡി തന്നെയായിരിക്കും, ഡെഡ് ബോഡിയും കൊണ്ട് വന്നതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ കരുണ പറയുന്നു. ആവേശത്തോടു കൂടിയിട്ട് അവൾ ഉണ്ണിയെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. മേഘനാഥനും എഴുന്നേൽക്കുന്നുണ്ട്, ദുർഗയും. അങ്ങനെ എല്ലാവരും ചേർന്ന് വാതിൽ തുറക്കുന്നുണ്ട്. മഹാലക്ഷ്മിയെ കാണുമ്പോൾ തന്നെ ദുർഗയാണെങ്കിൽ ചോദിക്കടി, ഇപ്പം നിനക്ക് സമാധാനമായില്ലേ, ഒന്നും അറിയാതെ സുഖിച്ചിരിക്കുകയായിരുന്നു അല്ലേ, എൻ്റെ മകനെ കൊലയ്ക്ക് കൊടുത്തില്ലേടി നീ, എത്ര പ്രാവശ്യം പറഞ്ഞത് എന്നോട് അവനെ മലയ്ക്ക് പറഞ്ഞയക്കണ്ട എന്ന്, അമ്മ എന്തൊക്കെയാണ് പറയുന്നത്, നിനക്കൊന്നും അറിയില്ല അല്ലേ, അവൻ മരിച്ചു. ഇത് കേൾക്കുമ്പോൾ മഹാലക്ഷ്മി ആണെങ്കിൽ ഒന്ന് ഞെട്ടുന്നത് പോലെ ആക്ട് ചെയ്യണം, എന്തൊക്കെയാണ് അമ്മ ഈ പറയുന്നത്. അങ്ങനെ മേഘനാഥൻ പറയുന്നുണ്ട്, അതേടി അവനെ മരിച്ചു പോയെന്ന്, എന്തൊക്കെയായിരുന്നു അവനെ മലയ്ക്ക് പറഞ്ഞയക്കാതെ നിന്റെ ബുദ്ധിമുട്ട്. കരുണയും വിട്ടുകൊടുക്കുന്നില്ല, കരുണയും മഹാലക്ഷ്മിയെ വേണ്ടുവോളം ഓരോന്ന് കുത്തി നോവിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും ദുർഗയാണെങ്കിൽ മഹാലക്ഷ്മിയോട് വളരെ ക്രൂരമായി തന്നെ ഭയങ്കര ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത്, അമ്മ വല്ലാതെ സങ്കടപ്പെടണ്ട, ഞാനിതാ ഇവിടെ ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനാണെങ്കിൽ കാറിൽ നിന്നും ഇറങ്ങി വരികയാണ്. അത് കാണുമ്പോൾ തന്നെ ദുർഗയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. ദുർഗ മാത്രമല്ല, മേഘനാഥനും ഉണ്ണിയും കരുണയും എല്ലാവരും ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ് അവരുടെ എല്ലാവരുടെയും മുഖത്ത്. അങ്ങനെ കണ്ണൻ വന്നിട്ട് പറയുന്നുണ്ട്, ആരും വിഷമിക്കേണ്ട, ഞാൻ മരിച്ചിട്ടൊന്നുമില്ല, പിന്നെ ഞാൻ മരിക്കാത്തതിലാണോ ഇപ്പം എല്ലാവരുടെയും വിഷമം, കാരണം മുഖം കാണുമ്പോൾ വല്ലാത്തൊരു ഞെട്ടലാണല്ലോ, ഞാൻ മരിച്ചെന്നുള്ള വാർത്ത കേട്ട് സന്തോഷിച്ചിരിക്കുകയായിരുന്നു അല്ലേ, എടാ നീ എന്തൊക്കെയാണ് പറയുന്നത്, മിണ്ടി പോവരുത്, എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും എനിക്കറിയാം, ഈ നിൽക്കുന്ന മേഘനാഥൻ ഞങ്ങളെ കൊല്ലാനായിട്ട് ആൾക്കാരെ വിട്ടു, അതിലേ രണ്ടുപേരാണ് കൊക്കയിൽ വീണ് മരിച്ചത്, ഇപ്പോൾ സാഗർ എന്ന് പറഞ്ഞ് സീരിയസ് ആയി കിടക്കുന്നുണ്ടല്ലോ, അതേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാഗറല്ല, ഇവൻ വിട്ടയച്ച ആ കൂട്ടത്തിലെ ഒരാളാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ മേഘനാഥൻ ആകെ ഷോക്കാവുന്നു. അങ്ങനെ കരുണയാണെങ്കിൽ ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ട്. അങ്ങനെ കരുണയോട് കണ്ണൻ ചോദിക്കുകയാണ്,
സന്തോഷത്തോടെ എൻ്റെ ഡെഡ് ബോഡി കാണാനായിട്ട് എത്തിയതായിരിക്കുമല്ലേ, നിരാശയായി പോയല്ലേ, സാരല്ല, ഇനിയും ഒരുപാട് സമയം കിടക്കുകയല്ലേ. എന്തായാലും ഞാനിങ്ങോട്ട് ഡെഡ് ബോഡി ആയിട്ട് വരുന്നത് സ്വപ്നം കണ്ട് കിടക്കുന്നത് ഞാൻ ശല്യം ചെയ്തു. പക്ഷെ എനിക്ക് ഇങ്ങോട്ട് വരാതിരിക്കാനായിട്ട് കഴിയില്ലല്ലോ, കാരണം ഇതെൻ്റെ വീടല്ലേ എന്നൊക്കെ ഇങ്ങനെ കണ്ണൻ പറയുന്നു. മഹാലക്ഷ്മി ആണെങ്കിൽ വിജയഭാവത്തോട് കൂടിയിട്ട് അവരുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നുണ്ട്. എന്നിട്ട് മഹി ദുർഗയോട് ചോദിക്കുകയാണ്, ഇപ്പം അമ്മയ്ക്ക് സമാധാനമായില്ലേ, അമ്മയുടെ മോൻ തിരികെ എത്തിയില്ലേ, ഞാൻ അമ്മയുടെ മോനെ കൊലയ്ക്ക് കൊടുത്തിട്ടില്ല. ഇത് കേൾക്കുമ്പോൾ ദുർഗയാണെങ്കിൽ മുഖം തിരിച്ചങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരും ഒന്ന് മാറി തരികയാണെങ്കിൽ ഞങ്ങൾക്ക് അകത്തേക്ക് പോകാമായിരുന്നു എന്ന് കണ്ണനും മഹാലക്ഷ്മിയും പറയുന്നുണ്ട്. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമുണ്ടോടെ മേഘ എന്നിങ്ങനെ മേഘനോട് കണ്ണനാണെങ്കിൽ കളിയാക്കിക്കൊണ്ട് ചോദിക്കുകയാണ്. എന്തായാലും ഈ സമയം മേഘനാഥനാണെങ്കിൽ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മിയും കണ്ണനും അകത്തേക്ക് കയറി പോകുമ്പോൾ കരുണയാണെങ്കിൽ മേഘനാഥനോട് ചോദിക്കുകയാണ്, എന്തൊക്കെയായിരുന്നു നിങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞിരുന്നത്, ദേ നോക്ക് എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ നിന്ന് ഇപ്പം തന്നെ ഇറങ്ങി പോയിക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞ് അവളാണെങ്കിൽ ദേഷ്യത്തിൽ വിറച്ച് അകത്തേക്ക് കയറി പോവുകയാണ്. ഉണ്ണിയാണെങ്കിൽ വീണ്ടും അവൻ്റെ കാര്യത്തിൽ പരിങ്ങലായല്ലോ എന്നുള്ള സങ്കടത്തിൽ അവൾക്ക് പുറകെ പോകുന്നുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചോ അമ്മായി എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് ദുർഗയും മേഘനാഥനും ആകെ അന്താളിച്ചങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്.